ഹലോ ഫ്രണ്ട്സ്, ടൈം വിത്ത് എൻ ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളെ ജോർജിയൻ ട്രിപ്പിലെ സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങളുമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറേ പേര് കമൻസൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേ ഞങ്ങൾ ജോർജിയയിലെ വേറൊരു സിറ്റിയായ ബത്തൂമി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. കുട്ടേസിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് കേട്ടോ ബത്തൂമിലേക്ക്. പക്ഷേ ഈ 2 മണിക്കൂർ യാത്ര അത്ര ബോറിംഗ് ഒന്നും ആയിരുന്നില്ല. റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നല്ലോണം ആസ്വദിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പതുക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ബത്തൂമി എത്തിയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് ഷെയ്ഖ് വീറ്റ്ലി ഡെൻഡ്രോളജിക്കൽ പാർക്കായിരുന്നു. അത് കുട്ടേസിക്കും ബത്തൂമിക്കും ഇടയ്ക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഈ പാർക്കിൻ്റെ മെയിൻ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ജോർജിയയിലൊരു ബില്യണറായിട്ടുള്ള ബിറ്റ്സ്വിന ഇബാൻഷുലി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പല പല രാജ്യങ്ങളിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ മരങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ട് ഈ പാർക്കിലാണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വണ്ണത്തിലുള്ളതും ഉയരത്തിലുള്ളതായ കുറേ മരങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഈ പാർക്ക് കുറച്ചധികം നടന്ന് കാണാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മരങ്ങൾ മാത്രമല്ല, പലതരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളെയൊക്കെ അവർ വളർത്തുന്നുണ്ട്. ഞങ്ങൾ അതെല്ലാം കണ്ട് അവിടെയൊക്കെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഗൈഡായിട്ടുള്ള ഷോട്ടയ്ക്ക് അറിയുന്ന കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നെക്സ്റ്റ് പോവേണ്ട സ്ഥലവും അവിടുത്തെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഷോട്ട് അപ്പം തന്നെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ഞങ്ങളെ ട്രാവൽ പാർട്ട്നേഴ്സായിട്ടുള്ള റിഷാലിനെ കുറിച്ചും മാജിനെ കുറിച്ചും അവരാണ് കേട്ടോ കുറേ വീഡിയോസൊക്കെ ഞങ്ങൾക്ക് എടുത്തു തന്നത്. ഇപ്പോൾ കാണുന്ന ഷോട്ടൊക്കെ റിഷാൽ എടുത്തതാണ്. ഞങ്ങളോട് മുന്നിൽ നടക്ക്, ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്. നെക്സ്റ്റ് ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ആ പാർക്കിന് തൊട്ടടുത്ത് തന്നെയുള്ള മ്യൂസിക്കൽ പാർക്കിലേക്കാണ്. ഇത് ഞങ്ങൾ ആ സ്റ്റാച്ചുവിൻ്റെ സെയിം പോസിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ. അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നിന്നിട്ടൊക്കെ നോക്കുന്നുണ്ട്. ശരിയാവുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം എങ്ങനെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല പല മ്യൂസീഷ്യന്മാരുടെ സ്റ്റാച്ചു നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കൂടാതെ ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ അവരുടെ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് മ്യൂസിക്കൽ പാർക്കിൻ്റെ അടുത്ത് ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അവിടെ അവർ ജോർജിയയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇനി ഞങ്ങൾ ബത്തൂമിയിലേക്ക് നേരെ പോകാനുള്ള പരിപാടിയാണ്. ബത്തൂമിയിൽ എത്തിയിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കൊക്കെ നല്ലോണം വിശക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു ബത്തൂമിയിൽ എത്തിയിട്ട് നമുക്ക് ഫിഷ് മാർക്കറ്റിൽ പോയി ഫിഷ് അവിടുന്ന് പർച്ചേസ് ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ ആ ഫിഷ് ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുത്ത് അവരത് കുക്ക് ചെയ്ത് അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ഓക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഫിഷ് മാർക്കറ്റ് നോക്കി നടക്കുകയാണ്. അപ്പോൾ ഷോട്ടയ്ക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഫിഷ് മാർക്കറ്റിലേക്ക് കയറാൻ പോവുകയാണ്.
ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കടൽ. അപ്പോൾ നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടും. നമ്മുടെ നാട്ടിലെ പോലൊക്കെ തന്നെ ആണ് ഫിഷ് മാർക്കറ്റ്. ഇവിടെയും പലതരം മീനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് തരും. അപ്പോൾ ഞങ്ങൾ ഏതൊക്കെ മീൻ സെലക്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഷോട്ട ഈ മീൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ആദ്യം അപ്പോൾ സാൽമൺ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ സാൽമൺ നമ്മൾ ദുബായിൽ നിന്നും കഴിക്കാറുണ്ട്. അപ്പോൾ വേറെ വെറൈറ്റി ടേസ്റ്റുള്ള മീൻ ഏതാണെന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ ഈ മീൻ 3 എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഷോട്ട പറയുന്നുണ്ട് വലുതാവുമ്പോൾ 2 മതി, അത് തന്നെ ധാരാളം ഉണ്ടാവും. പിന്നെ ചെറിയ ഒക്ടോപ്പസ് ഒരു 5-6 എടുത്തു. പിന്നെ നമ്മുടെ നാട്ടിലെ മത്തി പോലെ കാണാൻ മത്തി പോലെ ഉണ്ട്, പക്ഷേ മത്തിയല്ല. അതുപോലെയുള്ള ഈ ഒരു മീൻ ഒരു kg എടുത്തു. അത് നല്ല ടേസ്റ്റാണെന്ന് ഷോട്ട പറഞ്ഞപ്പോൾ നമ്മൾ അതും എടുത്തു. അങ്ങനെ ആ മീനൊക്കെ കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ ചേച്ചിയുടെ അടുത്താണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അവരത് നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി തന്നു. മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടൽ നോക്കാൻ വേണ്ടി നടക്കുകയാണ്. മീൻ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഹോട്ടൽസ്. കുറേ ഹോട്ടലുകളുണ്ട്. അതിൻ്റെ കുക്കിംഗ് ഏരിയ ഈ കാണുന്ന റോഡിൻ്റെ ഒരു സൈഡിലും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയ മറ്റേ സൈഡിലുമാണ്. അപ്പോൾ കടലിക്ക് അങ്ങോട്ട് ഇറങ്ങിയിരിക്കണ പോലെയാണ് അവർ അവിടെ സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഷോട്ട പറയാണ് ഏത് ഹോട്ടൽ വേണം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നല്ല വ്യൂ ഉള്ളത് എവിടെയാണ് നോക്കിയിട്ട് അങ്ങനെ ഈ ഹോട്ടൽ അവസാനം സെലക്ട് ചെയ്തു. ഇതാണ് കേട്ടോ ആ ഹോട്ടലിൻ്റെ ഡൈനിങ് ഏരിയ. നല്ല കടലിൻ്റെ വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ മീൻ കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒരു അരമണിക്കൂർ എടുക്കുമെന്നാണ് ഷോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇരുന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. കടലിന് ഉള്ളിലേക്കുള്ള സീറ്റ് വേണം എന്നൊക്കെ വിചാരിച്ച് കുറേ ഞങ്ങൾ അവരോട് ചോദിച്ചു നോക്കി. പക്ഷേ ഭയങ്കര തിരക്കായത് കാരണം നമുക്ക് അവിടെ ഒന്നും സീറ്റ് കിട്ടില്ല. അവസാനം ഞങ്ങൾ കിട്ടിയ സീറ്റിൽ തൃപ്തരായി. അപ്പോഴേക്കും മെനു വന്നു. മീൻ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ നമ്മൾ എന്ത് വേണം എന്നുള്ള ഡിസ്കഷനിലായി അടുത്തത്. അവസാനം ഞങ്ങൾ വെജിറ്റബിൾ റൈസ് ഓർഡർ ചെയ്ത് അപ്പോഴേക്കും നമ്മൾ മീനും എല്ലാം റെഡിയായി വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൈയിട്ട് വാരി ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഒക്ടോപ്പസ് അത്ര ഇഷ്ടമായില്ല. കാരണം അതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ജോർജിയ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള്ളായി. ഒരു പകുതി ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ ബത്തൂമി സിറ്റി കൂടെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ ഏട്ടന് ഫുള്ള് ഡൗട്ട്. ഷോട്ടോനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഷോട്ട ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മറുപടിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഷോട്ട നല്ല രസമാണ് കേട്ടോ. ആളെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പകുതി ഉറക്കത്തിൽ ഇവർ പറയണതും കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 സൈഡിൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഷോട്ട. അടുത്തത് ഞങ്ങൾ ഡോൾഫിനേറിയം പോകാമെന്നാണ് വിചാരിക്കണത്. പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ പുറത്ത് ജോർജിയൻ അക്ഷരമാലകളാണ് എഴുതിയിട്ടുള്ളത് എന്ന് ഷോട്ട പറഞ്ഞു തരായിരുന്നു. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് പോകണം എന്ന് വിചാരിക്കുന്നത് ഡോൾഫിനേറിയം കാണാനാണ്. അപ്പോൾ ഡോൾഫിൻ്റെ ഷോയൊക്കെ 7 മണിക്ക് തുടങ്ങുള്ളൂ. അതുവരെ നമുക്ക് അവിടെ തൊട്ടടുത്തൊരു കായലുണ്ട്. അപ്പോൾ കായലിൻ്റെ സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ കടലിൽ പോയി കുളിക്കാമെന്നൊക്കെ ഷോട്ട പറയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ എന്തായാലും കടലിൽ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് അപ്പോൾ കായലിൻ്റെ അടുത്ത് ഇരുന്ന് വീട്ടിലേക്ക് കുറച്ച് നേരം വിളിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഷോട്ട് ആ സമയം കൊണ്ട് കടലിൽ കുളിക്കാൻ പോവുകയാണ്.
ഷോട്ട് പറഞ്ഞ് നമുക്ക് വേഗം തന്നെ പോയിട്ട് ഡോൾഫിൻ ഷോയ്ക്കുള്ള ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ടിക്കറ്റ് തീർന്നു പോവും. ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ എടുത്തിട്ട് ആ കായലിൻ്റെ അരികിലുള്ള സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ കുറേ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സസ്, ഫാൻസി സാധനങ്ങൾ, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ കുറേ പെയിൻറ്റിങ്, പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് വൈകിട്ട് എന്തോ ഒരു മ്യൂസിക് ഷോ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സ്റ്റേജും കാര്യങ്ങളും, പിന്നെ മ്യൂസീഷ്യൻസ് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ ആ സൈഡിൽ ഇങ്ങനെ കുറേ നേരം ഇരുന്നു. അപ്പോഴേക്ക് ഡോൾഫിൻ ഷോ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഗാലറിയിലൊക്കെ കയറി ഇരുന്ന് സീറ്റൊക്കെ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് റോയിലെ സീറ്റാണ് കേട്ടോ കിട്ടിയത്. ഫസ്റ്റ് റോ ഞങ്ങൾ സെലക്ട് ചെയ്തില്ല, കാരണം ഡോൾഫിൻ ഷോ നടക്കുന്ന സമയത്ത് വെള്ളം തെറിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് റോയാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എണീറ്റ് നിന്ന് നല്ല ഫുൾ വ്യൂവിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ ഡോൾഫിനെ ഹൈലി ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഷോ ചെയ്യുന്നത്. നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. എങ്ങനെയാണ് ഡോൾഫിൻ ആ ട്രെയിനേഴ്സ് പറയുന്നത് പോലെ ചെയ്യണത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ട്രെയിനേഴ്സ് കൈകൊണ്ട് ഓരോ ആക്ഷൻസ് കാണിക്കുന്നതിനനുസരിച്ചിട്ടായിരുന്നു ഡോൾഫിൻ്റെ ഓരോ ആക്ടിവിറ്റീസ്. ഡാൻസ് കളിക്കുന്നതായിക്കോട്ടെ, നമ്മൾ മനുഷ്യന്മാർ കൈയടിക്കുന്ന പോലെ ഡോൾഫിൻ അതിൻ്റെ രണ്ട് ചിറകുകൾ അടിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം, അത്ഭുതം, എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് പോയിണ്ടായിരുന്നത്. ആ ട്രെയിനേഴ്സ് ഒരു കുട്ടികളെ നോക്കുന്നത് പോലെയായിരുന്നു ആ ഡോൾഫിനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവർ ഓരോ ആക്ടിവിറ്റി ഡോൾഫിൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴും അവർക്ക് വേണ്ട ഫുഡ് ട്രെയിനേഴ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇത്. അത് ഇനി ഡോൾഫിൻ ഷോ കാണാൻ ആർക്കെങ്കിലും അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ബത്തൂമി എയർപോർട്ടാണ്. ജോർജിയയിൽ ആകെ 3 എയർപോർട്ടാണ് ഉള്ളത്. കുട്ടേസി എയർപോർട്ട്, അത് ഞങ്ങൾ വന്നിറങ്ങിയ എയർപോർട്ടാണ്. പിന്നെ ഉള്ളത് ടിബ്ലിസി, പിന്നെ ഉള്ളത് ബത്തൂമി. അതിൽ ഏറ്റവും നമുക്ക് അടുത്ത് നിന്നിട്ട് ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും കാണാൻ പറ്റുന്നത് ബത്തൂമി എയർപോർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് ലാൻഡിങ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടേക്ക് ഓഫ് ഉണ്ടായി. നല്ല മഴക്കാറും നല്ല ചെറിയ മഴച്ചാറ്റലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലാൻഡിങ് കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. ഈ ലാൻഡിങ് ഒരു സൺസെറ്റിൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ കാഴ്ച അടിപൊളിയാവുമായിരുന്നു. അപ്പോൾ ആരെങ്കിലും ഇനി ബത്തൂമി എയർപോർട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൺസെറ്റിൻ്റെ ടൈമിൽ ഈ ലാൻഡിങ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ സ്ഥലം പിന്നെ എല്ലാവർക്കും റീൽസിൽ കണ്ടു പരിചയമുള്ളതായിരിക്കും. അലിയൻ നിനോൻ്റെ സ്റ്റാച്യൂസ്. ജോർജിയയിലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് 2 കമ്മ്യൂണിറ്റിയിലുള്ള അലി ആൻഡ് നിനോ അവർ തമ്മിൽ ഇഷ്ടമാവുകയും പിന്നെ അവർക്ക് ഒന്നിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. കാരണം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് അലി മരിച്ചുപോയി. അപ്പോൾ അതിന് ഒരു സ്മാരകമായിട്ടാണ് ഈ സ്റ്റാച്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് പറയണത് 8 മീറ്ററാണ്. നമുക്ക് റീൽസിലൊക്കെ കാണുമ്പോൾ വലിയ സ്റ്റാച്യൂസ് ആയിട്ട് തോന്നും, പക്ഷേ 8 മീറ്റർ ഉള്ളൂ. പിന്നെ ഓരോ 7 മിനിറ്റിലും ഈ 2 സ്റ്റാച്യൂസ് ഒരു സ്റ്റാച്യൂയി മാറും. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സെക്കൻഡ് ഡേയിലെ കാഴ്ചകൾ ഇത്രയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ തേർഡ് ഡേ ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോർജിയയിലെ വില്ലേജ് ഏരിയാസാണ്. അപ്പോൾ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ അടുത്ത് തന്നെ ഇടാം. എല്ലാവരും കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബായ്.